ടെൻസ് എന്ന് വെച്ചാൽ എന്താണ്? കാലം. കാലം എന്ന് വെച്ചാലേ നമുക്ക് അറിയാൻ പറ്റും എന്താണ്, എന്തുമായിട്ട് കണക്റ്റാണ് കാലം, എന്തുമായിട്ട് കണക്ഷൻ ഉള്ളതിന്. പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ നോട്ട് എഴുതി പോക്കോണേ. ടൈമാണ് അല്ലേ? ഇതാണ് ടൈമുമായിട്ട് കണക്ട്. ടൈം ഓഫ് ആൻ ആക്ഷൻ അല്ലേ? ടൈം എപ്പോഴാണ് പ്രവൃത്തി നടക്കുന്നത്, അതാണ് ടെൻസിൽ പറയുന്നത്. എപ്പോഴാണ് ഒരു പ്രവൃത്തി നടക്കുന്നത്? എപ്പോഴൊക്കെ നടക്കാം? 3 സമയങ്ങളിലായിട്ട് നടക്കാം. ഒന്ന് ഇപ്പോഴത്തെ കാലം, ഇന്ന്, അതാണ് പ്രസന്റ് ടെൻസ്. എന്താ ടെൻസ്? പ്രസന്റ് ടെൻസ്. അത് വർത്തമാന കാലം. പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർത്തമാന കാലം. വർത്തമാന കാലം. നെക്സ്റ്റ് പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഭൂതകാലം. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഭൂതകാലം. ഭൂതങ്ങളും പ്രേതങ്ങളും ഒക്കെ ഇപ്പോൾ ഉണ്ടോ? കഴിഞ്ഞവരല്ലേ, അവർ പോയവരല്ലേ, അവരെയല്ലേ നമ്മൾ ഭൂതം എന്ന് വിളിക്കുന്നത്. അല്ല ജീവനുള്ളവരെ നമ്മൾ ഭൂതം, ഇപ്പോഴുള്ളവരെ നമ്മൾ ഭൂതം എന്ന് വിളിക്കുമോ? ഇല്ലല്ലോ. ഭൂതം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ ഭാവി കാലം. ആ 3 കാലം ഏതൊക്കെയാന്ന് ഓർത്തോണം. One is present tense, next is past tense, and the next is future tense. How many tenses there? Mainly 3 tenses there. What are they? One is present tense, next is past tense, and the next one is future tense. എത്ര മനസ്സിലായല്ലോ? പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. പ്രസന്റ് വർത്തമാനകാലം, പാസ്റ്റ് ഭൂതകാലം, ഫ്യൂച്ചർ ഭാവികാലം. നെക്സ്റ്റ് എന്താ നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാം. കേറ്ററ്റിനും LP-UPക്കും BSc ടെസ്റ്റിനും ഒക്കെ ചോദിക്കാം. ഐഡന്റിഫൈ ദ ടെൻസ് ഇല്ലയോ? അതിലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, ഈയിടെ ചോദിച്ചില്ലേ? അതൊക്കെ നമ്മളൊരു ട്രിക്കിൽ കൂടി പഠിച്ചെടുക്കുക. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് ടെൻസ് ആണ്. ഫസ്റ്റ് എന്താ പഠിക്കാൻ പോകുന്നത്? പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസ്. എല്ലാ ടെൻസിനും സബ് ഡിവിഷൻസ് ഉണ്ട്. ദർ ആർ മെയിൻലി 4 സബ് ഡിവിഷൻസ്. എത്ര? 4 സബ് ഡിവിഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ഓർ ഇൻഡെഫിനിറ്റ്. എന്താണ്? കൂടെ പറയണേ. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ഓർ ഇൻഡെഫിനിറ്റ് ടെൻസ്. ഫസ്റ്റ് വൺ. നെക്സ്റ്റ് ഈസ് കണ്ടിന്യൂസ്. നെക്സ്റ്റ് എന്താണ്? കണ്ടിന്യൂസ്. നെക്സ്റ്റ് വൺ ഈസ് പെർഫെക്റ്റ് ടെൻസ്. ഇതാണ് പെർഫെക്റ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഹൗ മെനി ടെൻസസ്? ഫോർ പ്രസന്റ് ടെൻസ്, സിമ്പിൾ ടെൻസ്, കണ്ടിന്യൂസ് ടെൻസ്, പെർഫെക്റ്റ് ടെൻസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇവിടെ പറയണേ. സിമ്പിൾ ടെൻസ്, കണ്ടിന്യൂസ് ടെൻസ്, പെർഫെക്റ്റ് ടെൻസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് ചേർത്തെല്ലാം എന്ന് പറഞ്ഞേ. പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് സിമ്പിളിനെ തന്നെ പ്രസന്റ് ഇൻഡെഫിനിറ്റ് എന്ന് പറയാം. പാസ്റ്റ് വെച്ചെന്ന് പറഞ്ഞേ. പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ സിമ്പിൾ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. മനസ്സിലായല്ലോ? ഇനി ആദ്യം തൊട്ട് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അങ്ങനെ 12 ടെൻസ് എന്ന് പറഞ്ഞേ. പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ സിമ്പിൾ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. 12 ടെൻസ് ഐഡന്റിഫൈ ചെയ്തിട്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലായിരുന്നു. ഇനി ഒരു ഇത് തരാം. സിമ്പിൾ ടെൻസ് എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ ഫോംസ് ആണെന്ന് ഓർക്കണം. വെർബിൻ്റെ മുന്നിൽ ഓക്സിലറി വെർബ് ചേർക്കും. വെർബാണ് അവിടെ ചേർക്കുന്നത് സിമ്പിൾ ടെൻസിൽ. എന്താണ്? വെർബ്. ഓർത്തോണം.
പൊതുവായിട്ടുള്ള കാര്യം പറയുന്നത്. സിമ്പിൾ ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർബ്. ആ വെർബിന് മുൻപ് ആ വെർബിനെ സഹായിക്കാൻ വേണ്ടി സഹായക്രിയകൾ നമ്മൾ ചേർക്കുന്നു. അതിന് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഓക്സിലറി വെർബ്സ്. 24 ഓക്സിലറി വെർബ് ഉണ്ട്. അതെല്ലാം കൂടെ ചേർക്കത്തില്ല. ഓരോ ടെൻസിലും ഇന്ന ഓക്സിലറി വെർബ് ചേർക്കണം എന്നുണ്ട് സബ്ജക്റ്റിനനുസരിച്ച്. അപ്പോൾ സിമ്പിൾ ടെൻസിൽ ഏത് ടെൻസ് ആണെങ്കിലും, പ്രസൻറ്റ് ടെൻസ് ആണെങ്കിലും, പാസ്റ്റ് ടെൻസ് ആണെങ്കിലും, ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിലും വെർബിന് മുന്നിൽ ഓക്സിലറി വെർബ് ചേർക്കുക. ഏത് ഓക്സിലറി വെർബാണെന്ന് പറഞ്ഞുതരാം. മനസ്സിലായോ? വെർബിൻ്റെ ഫോം മാറുന്നില്ല. വെർബ് ഓക്സിലറി വെർബ് ചേർക്കുമ്പോൾ മാറും, പക്ഷേ വെർബാണ് ചേർക്കുന്നത്. ഇനി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു തരുന്നത്. ഇതിൽ സംശയമുണ്ട് പിന്നെ ചോദിച്ചാൽ മതി. മനസ്സിലായോ? ഓക്സിലറി വെർബ് വെർബ്. ഇനി കണ്ടിന്യൂസ്, തുടർച്ചയെ കാണിക്കുന്നത്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ കാണിക്കുന്നത്? തുടർച്ചയെ കാണിക്കുന്നതാണ്. വെർബിൻ്റെ കൂടെ ING ആണ് ചേർക്കുന്നത്. ING ഫോം ഓഫ് ദി വെർബ് ഉണ്ടെങ്കിൽ അത് ഏത് ടെൻസ് ആയിരിക്കും? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇവിടെ ഉണ്ട്